ഹായ് ഗായ്സ്, ഓൾഡ് സ്കൂൾ ബോയ്സിൻ്റെ മറ്റൊരു മൂവി റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ബാലൻ ദ ബോയ്. ചിദംബരത്തിന്റെ ബാലനാണ് നമ്മൾ കണ്ടിട്ട് വന്നിരിക്കുന്നത്. മഞ്ഞുമൽ ബോയ്സ് എന്ന ഐക്കോണിക് സിനിമയ്ക്ക് ശേഷം സംവിധാനം ചെയ്യുന്ന ഒരു പുതിയ സിനിമ. ഇന്ന് നമ്മളുടെ കൂടെ സിനിമ ആണ്, ഒരു ബാലനും കൂടെ ഉണ്ട്. അതെ, ചങ്കിന് ശേഷം ഒരുപാട് വർഷങ്ങൾക്ക് ശേഷമാണ് നമ്മൾ ഒരുമിച്ച് സിനിമ കാണാൻ പോകുന്നത്. എങ്ങനെ ഉണ്ടായിരുന്നു ബാലൻ? നിന്റെ ഒരു ഇംപ്രഷൻ എങ്ങനെ ഉണ്ടായിരുന്നു? എന്റെ ഇംപ്രഷൻ അടിപൊളി. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു പടം. എനിക്ക് ഇമോഷൻസ് ഭയങ്കരമായിട്ട് കണക്ട് ആയി. പിന്നെ ആക്ടേഴ്സ്, പിന്നെ മെയിൻലി ആക്ടേഴ്സിനെ സെലക്ട് ചെയ്ത ആൾക്കാർ, അതായത് മീൻസ് ഗണപതി അല്ല എന്റെ അത് നല്ല കിടിലം ജോബായിരുന്നു. പിന്നെ പെർഫോമേഴ്സ് മൊത്തത്തിൽ എനിക്ക് നല്ലൊരു പടമായിട്ട് തോന്നി. നല്ല ഇമോഷൻസ് എല്ലാം ഭയങ്കരമായിട്ട് ഒരു കണക്ട് ഭയങ്കര കണക്ട്. നിനക്ക് എന്ത് തോന്നി? എനിക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു പടം. ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട് പടം. നല്ല ഗ്രിപ്പിംഗ് ആയിരുന്നു. ഇതൊരു പടം നമ്മള് ഇത് കാണാൻ പോകുമ്പോൾ ബാലൻ പേര് കണ്ടിട്ട് ഒരു ചെറിയ കുട്ടിയുടെ പടം, അപ്പോഴേ നമ്മൾ വിചാരിച്ച ഒരു വേറൊരു ഇമോഷണൽ ടൈപ്പ് അങ്ങനെ ഒരു ഇതായിരിക്കുന്നു. പക്ഷെ ഒരു ത്രില്ലറായിരുന്നു. എനിക്കൊരു ത്രില്ലറാണ് കിട്ടിയത്. അതിൻ്റെ ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ട്. മൊത്തത്തിൽ എനിക്ക് പടം ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട് അതിൽ അഭിനയിച്ചതും എല്ലാവരും ഇഷ്ടപ്പെട്ട്. എല്ലാവരും ഭയങ്കര അത് ആ പെർഫോമൻസ് കൊണ്ടാണ് ആ പടം വേറൊരു തലത്തിലോട്ട് വന്നത്. അങ്ങനെ എനിക്ക് തോന്നുന്നു. എനിക്ക് തോന്നിയത്, എനിക്ക് ആക്ച്വലി ഫസ്റ്റ് ഹാഫ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. സെക്കൻഡ് ഹാഫിൽ തുടക്കത്തിൽ കുറച്ചൊരു ഇതൊരു ആക്ച്വലി ഒരു സ്ലോ ബേൺ ത്രില്ലർ പോലത്തെ ഒരു മൂവി, ആ ജോണറാണ്. അപ്പോൾ എനിക്കതിൽ തുടക്കത്തിൽ കുറച്ചൊരു ഇച്ചിരി ലാഗ് പോലെ തോന്നിയിട്ടുണ്ടെങ്കിലും ലാസ്റ്റ് ആ ഫ്ലോയിൽ പോകുമ്പം ഇറ്റ് ഈസ് ഗ്രേറ്റ് എനിക്ക് തോന്നി. പിന്നെ ആക്ടിങ് എടുത്ത് നോക്കുമ്പം അടിപൊളി. എല്ലാവരും അതിൽ പ്രത്യേകിച്ച് അമ്മയായിട്ട് വന്നവരും അമ്മുമ്മയായിട്ട് വന്നതും അടിപൊളി. കൊച്ചുകൾ അത് സൂപ്പർ ആയിരുന്നു. അത് അമ്മുമ്മ അടിപൊളി. അമ്മുമ്മ ഈസ് ഗ്രേറ്റ്. അവര് കൊള്ളാം കേട്ടോ, പുള്ളിക്കാരി കൊള്ളാം. ആദ്യമൊക്കെ ഞാൻ വിചാരിച്ച് അഭിനയിക്കോ ഇങ്ങനെ എടുക്കാൻ പറ്റുമോ? മൊത്തത്തിൽ ഭയങ്കര എനർജി ആ പടത്തിൽ വരുമ്പോഴും പുള്ളിക്കാരിയുടെ സ്വാഗ്, പിന്നെ ഒരു ചിരിയൊക്കെ ഉണ്ടല്ലോ, നീ ആടാ പൊട്ട എന്നൊക്കെ പറയുമ്പോഴുള്ള ഒരു ചിരി, ആ ഒരു സാധനം ഡിമാൻഡ് ചെയ്യുന്നത് അത് ചെയ്യിപ്പിച്ചെടുത്തതിനെയും ഭയങ്കരമായിട്ട് അപ്രീഷിയേറ്റ് ചെയ്യണം. പിന്നെ ഇതിന്റെ സിനിമാറ്റോഗ്രഫിയും അടിപൊളി. എനിക്ക് മ്യൂസിക്കും ഭയങ്കര ഇഷ്ടപ്പെട്ടു. അത് നമ്മൾ ഇറങ്ങി കഴിയുമ്പോഴത്തേക്ക് തന്നെ അതിങ്ങനെ നമ്മള് ഒരു ഹാങ് ഓവർ കിട്ടും. ഇപ്പോഴും അതിന്റെ ഒരു ഹാങ് ഓവർ ഇരിക്കുകയാണ് സിനിമ. താക്കോൽ പാട്ടുണ്ടല്ലോ, പാട്ടല്ലേ, തവളപ്പാട്ടാണ്. അത് നമ്മുടെ മനസ്സിലിങ്ങനെ നിൽക്കും. ആ ഒരു സാധനം എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. എനിക്കും സിനിമ നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ട്. പറഞ്ഞ കണക്ക് ഒരു സ്ലോയിൽ പോയിട്ട് ഇങ്ങനെ ഒരു ത്രില്ലർ പടമാണ്. പിന്നെ അതിന്റെ ക്ലൈമാക്സ് ഒക്കെ എനിക്ക് ഒരു രോമാഞ്ചമൊക്കെ മൊത്തത്തിൽ എനിക്ക് പടം നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ടു. അതിന്റെ വിഷ്വൽസ് ആയാലും സൗണ്ട് ആയാലും ആക്ടിങ് ആയാലും ഡയറക്ഷൻ ആയാലും പിന്നെ കാസ്റ്റിംഗ്, നമ്മുടെ ഗണപതി പുള്ളിക്കാരൻ അതിനൊരു അപ്രീഷിയേറ്റ് ഇങ്ങനെ പുതുമുഖങ്ങളാണ്. അത് നമുക്ക് ഫീൽ ആവില്ല ആ ഒരു സാധനം. പിന്നെ ട്രെയിലറിൽ മറ്റേ നമ്മുടെ ബീന ആന്റണിനെ കാണിച്ചിട്ടുണ്ട്. പുള്ളിക്കാരിയുടെ പെർഫോമൻസ് ബിഗ് സ്ക്രീനിൽ വരാറുണ്ട്. ബിഗ് സ്ക്രീനിൽ ശ്രദ്ധിക്കപ്പെടും. ഉറപ്പായിട്ടും പുള്ളിക്കാരുടെ കരിയറിൽ ഭയങ്കര ഒരു ചേഞ്ച് ആയിക്കോട്ടെ എന്ന് നമ്മൾ വിഷ് ചെയ്യുന്നു. കാര്യം അത് ഭയങ്കര സർപ്രൈസ്ഡ് ആയിരുന്നു സത്യം പറഞ്ഞാൽ. ഇത്രയും നല്ലൊരു ക്യാരക്ടർ പ്ലേസ് ചെയ്യണമല്ല, അങ്ങനെ നല്ല അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. മൊത്തത്തിൽ ഒട്ടും എക്സ്പെക്ട് ചെയ്തില്ല. ഞാൻ എക്സ്പെക്ട് ചെയ്ത ഈ ടൈപ്പ് പടമല്ല. ശരി, ഒരിക്കലും ഞാൻ ഈ സാധനം എക്സ്പെക്ട് ചെയ്തില്ല, ഒട്ടും വിചാരിച്ചില്ല. അല്ലാതെ ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞപ്പോ ഞാൻ ഇങ്ങനെ വിചാരിച്ചു ഇനി അടുത്ത ഇനി എന്ത്. പിന്നെ മറ്റേ നമ്മൾ ട്രെയിലറിൽ കണ്ട ആ രീതിയിൽ വന്നതും ഇല്ലല്ലോ. ഞാൻ വിചാരിച്ചു ഇത് എന്തായിരിക്കും സംഭവം എന്നുള്ളതിന്റെ ഒരു ക്യൂരിയോസിറ്റി ഉണ്ടായിരുന്നു. പക്ഷെ അത് അടുത്തതില് ഞാൻ വിചാരിച്ചു ഇതിന്റെ പടം ഇനി മറ്റേ അബ്സേർഡ് ആയിട്ട് പോകുന്ന ഒരു പടമായിരിക്കുമോ, അങ്ങനെ ആയിരിക്കുമെന്ന് ഞാൻ ഇങ്ങനെ തെറ്റിദ്ധരിച്ചു. പക്ഷെ അങ്ങനെയല്ല. ഒരു പ്രോപ്പർ നല്ലൊരു കൊമേഴ്ഷ്യൽ സിനിമയുടെ ഒരു ഇതൊക്കെ ഉണ്ട്, ഒരു ഇതുണ്ട്. പിന്നെ നമുക്ക് കണ്ടിരിക്കാൻ ഒരു ഹിറ്റ് പടം തന്നെയാണ്. എന്ന് വെച്ചാൽ ഒരു ഓഫ് ബീറ്റ് പടമായിട്ടൊക്കെ തോന്നാൻ ചാൻസ് ഉള്ള. കയറിയപ്പോ ഞാൻ വിചാരിച്ച അങ്ങനെ വല്ല ആയിരിക്കുമെന്ന് തോന്നി. പക്ഷെ അങ്ങനെയല്ല, നല്ല ത്രില്ലിംഗ് ആണ്. പിന്നെ ഞാൻ ലാസ്റ്റത്തെ ക്ലൈമാക്സ് ഇല്ലേ, ഞാൻ ഈ അടുത്തിടെ കണ്ട ഒരു സിനിമ വെച്ചിട്ട്, ഒരു 2-3 വർഷത്തെ സിനിമ വെച്ചിട്ട് ഒരു ബെസ്റ്റ് ക്ലൈമാക്സ്. ഭയങ്കര ഇമോഷണലി നമ്മൾ ഭയങ്കര കണക്ട് ആവും. നമ്മള് കൈ അടിച്ചു പോകും ഗൈസ്, ഉറപ്പാണ്. ഉറപ്പായിട്ടും കൈ അടിക്കും. എനിക്ക് അങ്ങനെ തോന്നി. ക്ലൈമാക്സ് ഭയങ്കര
ബിനു പറഞ്ഞ പോലെ ഇത് സെക്കൻഡ് ഹാഫ് കഴിഞ്ഞപ്പോ എന്തോ ഒരു ഇത് തോന്നി, ഇതെന്താ ഇങ്ങനെ പോകുന്നു. പക്ഷെ എൻഡ് കണ്ടപ്പോ ആ ഒരു സാറ്റിസ്ഫാക്ഷൻ, മൊത്തത്തിൽ ആ ഒരു ലാഗിന്റെയും അതിന്റെ ഒരു ഇത് എനിക്ക് മനസ്സിലായി. മൊത്തത്തില് എനിക്ക് ഇഷ്ടപ്പെട്ടു. പിന്നെ അതിൽ ഗസ്റ്റ് ആയിട്ട് വരുന്നത് നമ്മുടെ ടോവിനോ, പുള്ളിക്കാരന്റെ ഒരു ബെസ്റ്റ് പെർഫോമൻസ്. അത് നമ്മൾ കണ്ടിട്ടില്ലാത്ത ടൈപ്പ് ഒരു ക്യാരക്ടറാണ് ടോവിനോ ചെയ്ത്, കണ്ടിട്ടില്ലാത്ത ടൈപ്പ് ഒരു ക്യാരക്ടറാണ് ഇതിൽ ചെയ്തിട്ടുള്ളത്. അതും പുള്ളിക്കാരൻ നല്ലപോലെ ഹാൻഡിൽ ചെയ്ത പോലെ എനിക്ക് ഒരു ക്യാരക്ടറിനനുസരിച്ച് തന്നെ അത് പോയത് ഒരു ഇമ്പാക്ട് ഉണ്ടായിരുന്നു. ആ ഒരു ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ ഒരു ഇമ്പാക്ട് ഉണ്ട്. അതിനുവേണ്ടിയായിരിക്കും ഒരു സ്റ്റാറിനെ തന്നെ സെറ്റ്. പക്ഷെ ആ ഒരു ഇൻട്രൊഡക്ഷൻ എനിക്ക് അറിഞ്ഞൂടാ, അത്ര ആവശ്യകരം ഉണ്ടായിരുന്നു എനിക്ക് തോന്നിയില്ല. ഈ സിനിമയിൽ ആ ഒരു മാസ് ഒരു മൂവ്മെന്റ് ഉണ്ടല്ലോ, അതിന്റെ ആവശ്യം ഇല്ല, അതെനിക്ക് തോന്നി. അതിനകത്തുള്ള കാസ്റ്റിംഗിൽ ബാലൻ എന്ന് പറഞ്ഞ സ്പെസിഫിക് ക്യാരക്ടർ, പയ്യൻ, കൊച്ചു പയ്യനും പിന്നെ അടുത്ത വന്ന രണ്ടാമത്തെ ബാലൻ, രണ്ട് ഏജ്, രണ്ട് സിനാരിയോ കാണിച്ചില്ല. അവർ രണ്ടുപേരും പെർഫോമൻസ് ഭയങ്കര ഹൈലൈറ്റ്. അവര് കാര്യം അവനായിട്ട് എന്താ പറയാ, അവന്റെ പെർസ്പെക്റ്റീവ് കൊണ്ടുപോകുന്നത് ശരിക്കും കോർ എലമെന്റ് അല്ല, പുള്ളിയുടെ ഇത് കൊച്ചു കുട്ടിയുടെ ഇതിലോട്ടാണ്, ആ POV-ലാണ് പോകുന്നത്, അവന്റെ പോയിന്റ് ഓഫ് വ്യൂ ആണ്. അപ്പൊ അത് ജിത്തു മാധവൻ, അത് ഭയങ്കരമായിട്ട് സ്പെഷ്യൽ ആയിട്ട് പറയണം. പുള്ളിയുടെ ആ ഒരു റൈറ്റിംഗ് ഈസ് ഒരു വെറൈറ്റി ഉണ്ട്, കാണാത്ത ഒരു സംഭവം, ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു സ്റ്റോറിയാണ്. അത് എനിക്കൊന്ന് മലയാളത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന അല്ല ബാലൻ എന്ന് എനിക്കൊരു തോന്നലുണ്ട് ഇപ്പൊ. അത്രയ്ക്ക് നല്ലൊരു ക്ലാസ്സിക് ഓഡിയൻസ് എന്തായാലും വരും ഉറപ്പായിട്ടും. അങ്ങനെ നല്ലൊരു അപ്രിസിയേഷൻ കിട്ടാനുള്ള സാധ്യതകളുണ്ട് ഈ സിനിമയ്ക്ക്. ഇനി ഇതൊരു ബ്ലോക്ക് ബസ്റ്റർ ആവുമെന്ന് എനിക്കറിയില്ല, കാര്യം ഒരു കോമൺ ഓഡിയൻസിന്റെ അക്സെപ്റ്റൻസ് എങ്ങനെയാണെന്നുള്ള അറിയില്ല. പക്ഷെ എന്നാലും ക്രിറ്റിക്കലി നല്ലൊരു ഇത് കിട്ടും. പക്ഷെ എന്നാലും എനിക്ക് തോന്നുന്നു കൊമേഴ്ഷ്യൽ പരമായിട്ട് ഇത് സക്സസ് ആവുമെന്ന് തോന്നുന്നു. കാരണം അതിന്റെ അവസാനത്തെ ഒരു എലമെന്റ് മതിയെന്ന് തോന്നുന്നു ഇതിനൊരു മൊത്തത്തിലൊരു ബ്ലോക്ക് ബസ്റ്റർ ആക്കാൻ. ഒരു അവസാനത്തെ ഒരു എലമെന്റ് മതിയെന്ന് തോന്നണം എനിക്ക്. ഫുള്ളി കൊണ്ടുപോകുന്നതിൽ ഈ അമ്മ എന്ന് പറഞ്ഞ ഇമോഷൻസ് ഉണ്ട്. ആ ഇമോഷനാണ് അതിനകത്ത് ഈ ബാലൻ പിന്നെ അമ്മ ഇമോഷൻ. അത് വളരെ നമുക്ക് എല്ലാവർക്കും റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. ഇപ്പം ഞങ്ങള് ആസ് ആൻ ഓഡിയൻസ് ഇരുന്നതിൽ ചില ഡയലോഗ്സിലൊക്കെ ഭയങ്കര കൈയടിയായിരുന്നു. നമ്മൾ പഞ്ച് ഡയലോഗ് അടിക്കുമ്പോൾ കിട്ടുന്ന കൈയടിയല്ല, അല്ലാതെ ഇമോഷണൽ കണക്ട് ആയിട്ട് കൈയടിക്കുന്ന കുറച്ച് സീൻസ് ഉണ്ട്. അതൊക്കെ ഭയങ്കര റിലേറ്റബിൾ ആയിരുന്നു. അപ്പം എനിക്ക് സിനിമയിൽ തോന്നി പറഞ്ഞാൽ ഇപ്പൊ ഈ അമ്മ മകൻ സ്ഥാനം ഉണ്ടല്ലോ, ഇവരാ ഒരു ഐസൊലേഷന്റെ ഒരു സംഭവം കൂടെ കാണിക്കുന്നുണ്ടല്ലോ ഇവർ രണ്ട് പേരും എന്നുള്ളൊരു സംഭവം. അത് കുറച്ചുകൂടെ ഭയങ്കര അപ്രിസിയേഷൻ കിട്ടേണ്ട ക്യാമറയ്ക്കാണ്. കാര്യം ഡയലോഗ് സെൻട്രിക്ക് അങ്ങനെ ഭയങ്കര സംഭവമാണെന്ന് തോന്നിയിട്ടില്ല. കാണുമ്പോൾ നമുക്ക് ചിലപ്പോൾ ഈ ക്യാമറ അങ്ങനെ നമ്മള് പെട്ടെന്ന് നമ്മള് മനസ്സിൽ രജിസ്റ്റർ ആവില്ല. പക്ഷെ അതുള്ളതുകൊണ്ടാണ് ഒരു ഫീല് കിട്ടുന്നത്. അതാ ഷൈജു പിന്നെ സ്റ്റേജിങ് അത് സെറ്റ് പറഞ്ഞു. പിന്നെ എനിക്കൊന്ന് ഈ ഡയലോഗ്സിനെക്കാട്ടിയും കൂടുതൽ കണ്ണുകളാണ് കൂടുതൽ ഇമോഷൻസ് കൺവേ ചെയ്തേക്കുന്നതിനകത്ത്. അമ്മ മകൻ എന്ന റിലേഷനിൽ ഇവൻ പല സ്ഥലങ്ങളിലും ഇവന് ഡയലോഗ്സ് ഇല്ല, പക്ഷെ ഇവന്റെ ആ കൊച്ചു പയ്യന് അവന്റെ ഇമോഷൻസ് എല്ലാം കണ്ണുവഴിയാ. അപ്പൊ ഭയങ്കരമായിട്ട് അത് ഭയങ്കര പാടുള്ളൊരു കാര്യമാണ് ഇമോഷൻസ് കൺവേ ചെയ്യാന്ന് പറഞ്ഞാൽ. അപ്പൊ അമ്മയായിട്ട് റോൾ ചെയ്ത പുള്ളിക്കാരി ഹെവി. പുള്ളിക്കാരി ഇത്തിരി വലുതായെന്ന് വലിയൊരാളാണെന്നെങ്കിലും പറയാം. പക്ഷെ ഈ അത് ഞാൻ ഇങ്ങനെ പടം തീരുന്ന വരെ ഇതൊക്കെ എങ്ങനെ ഈ കൊച്ചിനെ കൊണ്ട് അഭിനയിപ്പിച്ചെടുത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സബ്റ്റിലായിട്ട് കുറെ കാര്യങ്ങളൊക്കെ ചെയ്യണം ഇതില്. ഒരു ഇമോഷൻ ഇപ്പം പറഞ്ഞു ഡയലോഗ് അല്ലാത്ത രീതിയിൽ മറ്റേ ഒരു നിസ്സായ അവസ്ഥയൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ കൺവേ ചെയ്യണ ഒരു നാച്ചുറൽ ആയിട്ടൊക്കെ വന്നിട്ടുണ്ട്. അത് സെക്കൻഡ് ബാലന്റെ ഒരു പോലീസ് സീൻ ഉണ്ടല്ലോ, വലുതായ ബാലന്റെ, അത് അവൻ എങ്ങനെയാണ് ഒത്തിരി വലുതായെന്നെങ്കിലും പറയാം. കുറച്ചുകൂടെ ആക്ടിങ് ചെയ്യാൻ അറിയാം. ഓക്കെ, പക്ഷെ എന്നാലും ആ ഒരു ഏജ് ഇപ്പം എത്ര അതിനകത്ത് പറയുന്ന വയസ്സ് എനിക്ക് തോന്നുന്നു ഒരു 15 വയസ്സിൽ താഴെ ആയിരിക്കും മാക്സിമം വരുന്നത്. ആ ഏജിൽ ആ സമയത്തുള്ള പെർഫോമൻസ് എന്ന് വെച്ചാൽ അണ്ടർസ്റ്റാൻഡബിൾ ആണ്. ഭയങ്കര ഹെവി ആയിട്ടാണ് ചെയ്തേക്കുന്നത്. അപ്പൊ എനിക്ക് പുള്ളി എവിടെ നിന്ന് ഇവരെയൊക്കെ എടുത്തോണ്ട് വന്ന ഇത്ര യുണീക് പീസസിനൊക്കെ എവിടെ നിന്ന് എടുത്തോണ്ട് വന്നു. ഭയങ്കര ഫ്രഷ്നെസ് ആയിരുന്നു സാധനത്തിന്. കാര്യം അതേ പറഞ്ഞ ബീനാൻഡിന്റെ ക്യാരക്ടർ അതേ പറഞ്ഞു, അതൊരു ഭയങ്കര ഫ്രഷ്നെസ് ഫീൽ ചെയ്തു ആ സിനാരിയോയില്. ഒരുപാട് അങ്ങനെ എലമെന്റ്സ് ഉണ്ട് പടത്തിൽ മൊത്തത്തിൽ.
പിന്നെ ഇവരെ കൂടാതെ തന്നെ നമ്മളെ ലാൽ ജൂനിയർ ഉണ്ടായിരുന്നു, ഗിരീഷ് ഏടിയൊക്കെ ഉണ്ടായിരുന്നു. കുറച്ച് സംവിധായകങ്ങളുണ്ട്. മഞ്ഞുമൽ ബോയ്സില് ഖാലിദ് റഹ്മാനാണെങ്കിൽ ഇതില് കുറച്ച് അവരും നല്ലോണം അഭിനയിച്ചു. ഗിരീഷ് ഏടി ആദ്യം പുതുമുഖമല്ലേ, പുള്ളിക്കാരനും ആ ഒരു SE ആയിട്ടൊക്കെ സംസാരിക്കുന്നതൊക്കെ രസമുണ്ട്. അത് നീ ഇപ്പം ഡയറക്ടേഴ്സ് ആണ് അഭിനയിച്ചെന്ന് പറഞ്ഞാൽ ഞാൻ ഈ ലാൽ ജൂനിയറിനെ ഡയറക്ടറായിട്ട് ഞാൻ അല്ല, ഞാൻ രജിസ്റ്റർ അല്ലല്ലോ, ഇങ്ങനെ സിനിമയിലൊക്കെ അഭിനയിക്കാറുണ്ടല്ലോ. അപ്പൊ ഞാൻ വിചാരിച്ച ഇപ്പഴാണ് തോന്നി ശരിയാ ഡയറക്ടേഴ്സ് എല്ലാരും ഉണ്ടല്ലോ ഇതില്. പക്ഷെ ലാൽ ജൂനിയറിന്റെ തുടക്കത്തിലെ ഇൻട്രൊഡക്ഷൻ തന്നെ നല്ല രസം. അത് അങ്ങനത്തെ ക്യാരക്ടറാണ്, അഭിനയിച്ചിട്ടുണ്ട് പുള്ളി, അടിപൊളി. അല്ല, മൊത്തത്തില് സിനിമ വെൽ ഡയറക്റ്റഡും മൊത്തത്തില് ടെക്നിക്കലി വെരി സൗണ്ട്. മഞ്ഞുമൽ ബോയ്സ് തന്നെ അതിനേക്കാൾ കുറച്ച് എനിക്ക് തോന്നുന്നു മഞ്ഞുമൽ ബോയ്സ് ഒരു സർവൈവൽ ത്രില്ലറിന്റെ ഒരു ഇതുണ്ടല്ലോ, എപ്പോഴും ഒരു ത്രില്ലിംഗ് ഉണ്ടല്ലോ. പക്ഷെ അതിനേക്കാള് ഒരു എന്ന് വെച്ചാൽ ഈ ഒരു വർക്കാക്കി എടുക്കാൻ സ്ലോ ജോണർ ഭയങ്കര പാടാണ്. സ്ലോ അതെന്ന് വെച്ചാൽ എപ്പോഴാണേലും ചിലപ്പോ നമുക്ക് ബോറടിച്ച് പോയി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എന്തൊക്കെ മറിമായം കാണിച്ചിട്ട് ലാസ്റ്റ് കൈ വിട്ട് പോകും, ആൾക്കാർ കൂടിയിട്ടങ്ങ് പോകും. നല്ലപോലെ ഹാൻഡിൽ ചെയ്തിട്ടുണ്ട്. ഇപ്പൊ ദാസം പറഞ്ഞ പോലെ മഞ്ഞുമൽ ബോയ്സ് വെച്ച് ആ ഒരു രീതി നോക്കുകയാണെങ്കിൽ ഇത് എനിക്ക് അതിനെക്കാട്ടി കുറച്ചൊരു സൗണ്ട് ആയിട്ട് തോന്നി, ഒരു വെൽ ക്രാഫ്റ്റഡ് ആയിട്ട് തോന്നി. കാര്യം വളരെ മഞ്ഞുമൽ ബോയ്സിൽ ഒരു കുറച്ചുകൂടെ ആൾക്കാരുണ്ട്, കുറച്ചുകൂടെ കഥകളുണ്ട് പറയാൻ വേണ്ടി. ഇതിനകത്ത് അമ്മാതിരി സാധനങ്ങളില്ല. പെർഫോമൻസ് വൈസ് പോയിട്ടുള്ള സാധനം നമ്മൾ ഫുൾ മൈൻഡായിട്ട് ഭയങ്കര ഹേർട്ടി ഫീലിംഗ് ആയിട്ട് ഫുൾ കൈയടിച്ച് തന്നെയാണ് ഇറങ്ങിയിട്ടുള്ളത്. അതിനകത്ത് ഹ്യൂജ് സക്സസ് ആവട്ടെ എന്ന് തന്നെയാണ് ഇത് കാര്യം. ക്ലൈമാക്സ് ഇതുപോലെ എക്കോ കണ്ടിട്ടാണ് എനിക്ക് ഇങ്ങനെ ഒരു കിക്ക് അടിക്കുന്നത്. അതിനുശേഷം ഒരു ക്ലൈമാക്സ് കണ്ടിട്ട് അങ്ങനെ ഒരു സാധനം എനിക്ക് ഇപ്പോഴാണ് തോന്നിയത്. ക്ലൈമാക്സ് എന്തായാലും നമ്മളെ ഒന്ന് ത്രില്ലടിപ്പിക്കും. പിന്നെ അത് സിനിമ കണ്ടു കഴിഞ്ഞിട്ട് നമുക്ക് അങ്ങനെ പെട്ടെന്ന് പോണ സിനിമയല്ല, അതിന്റെ ഒരു ഹാങ് ഓവർ കാണും. കുറച്ചു നേരം ഇങ്ങനെ ആലോചിക്കും, നമ്മള് കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് അങ്ങനെ ആലോചിച്ചിരിക്കാനും പെട്ടെന്ന് മനസ്സിൽ നിന്ന് പോണ ഒരു സിനിമയല്ല. പിന്നെ ഇത് 16+ റേറ്റിംഗ് ഉള്ള പടമാണ്. അപ്പോ കുട്ടികളെ ഒന്നും കൊണ്ടുപോയി കാണിക്കാതിരിക്കുകയല്ലേ. 16 വയസ്സിന് മേലുള്ളവരെ മാത്രം, 16 വയസ്സിന് മേലുള്ള കുട്ടികളെ കൊണ്ടുപോയി കാണിക്കുക. എനിക്ക് അങ്ങനെ 16+ കാണിക്കാനുള്ള വയലൻസോ അങ്ങനെ ഒന്നുമില്ല. വയലൻസിന്റെ ഇമോഷണൽ സാധനങ്ങൾ എന്തോ എനിക്ക് തോന്നി അങ്ങനെ കൊച്ചുങ്ങള് പോയി എങ്ങനെ ഇരിക്കും എന്നുള്ള ഒരു സംശയം എനിക്ക് തോന്നിയായിരുന്നു. അല്ല, ഇത് കുറച്ചൊരു സർവൈവലിന് വേണ്ടിയിട്ട് അവര് കാണിക്കുന്ന കുറെ സാധനങ്ങളുണ്ടല്ലോ. അത് ചിലപ്പം ഒരു ട്രഡീഷണൽ ഇതില് അല്ല, ട്രഡീഷണൽ ഫാമിലിയിൽ അങ്ങനത്തതായിരിക്കൂല. എനിക്ക് അറിഞ്ഞൂടാ അങ്ങനെയൊക്കെയാണോ എനിക്ക് അറിഞ്ഞൂടാ. സെൻസർ മോഡ് കൊടുത്തതാണ് കൊടുക്കൂല. പക്ഷെ എനിക്ക് 16+ ഇതിന് കൊടുത്തത് അനാവശ്യമായിട്ടാ തോന്നി പ്യൂർലി. അപ്പൊ എന്തായാലും അറിഞ്ഞൂടാ. ഇപ്പൊ കണ്ടിട്ടുള്ളവർ നിങ്ങളുടെ അഭിപ്രായം കമന്റിൽ പറയുകയല്ലേ. പിന്നെ എന്താണ് ഇതിനെ പറ്റി ശരിക്കും ഒരു എന്താ പറയാ, ഒരു ലെജൻസിന്റെ പടമാണ്. കാര്യം ഇതിനകത്ത് ഇപ്പൊ ചിദംബരം ഡയറക്ടർ, ജിത്തു മാധവന്റെ സ്ക്രിപ്റ്റിങ്, ഷൈജു ഖാലിദിന്റെ ക്യാമറ, പിന്നെ വിവേക് ഹർഷൻ ബിഗ് ബി ഒക്കെ എഡിറ്റ് ചെയ്ത് മൂപ്പര്, അപ്പം പുള്ളി തന്നെ എഡിറ്റിങ്, പിന്നെ ഈ പറഞ്ഞ റെക്സ് ടീം. ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ വലിയൊരു പവർ പാക്ഡ് സാധനമാണ്. ഹെവി പവർ പാക്ഡ് ആണ്. ശരിക്കും അവരുടെ ഏറ്റവും നല്ലൊരു സാധനം തന്നെയാണ് ഡെലിവർ ചെയ്തേക്കുന്നത്. അവർക്ക് സ്റ്റാറിന്റെ ആവശ്യമില്ല. നമ്മൾ ആ ഇമോഷൻ ഈ എല്ലാ പടത്തിലും ഈ ഇമോഷൻ നമ്മളെ കണക്ട് ചെയ്യണമെന്നില്ല. പക്ഷെ ഈ പടത്തില് ആ ഇമോഷൻസ് അതാണ് ശരിക്കും പറഞ്ഞാൽ അറ്റ് ദി എൻഡ് വരെ നമ്മളവിടെ ഇരുത്തുന്നത്. നല്ല രീതിയിൽ കണക്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ അത് അവരിൽ നിന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്ന സാധനം തന്നെയാണ്. പക്ഷെ എന്താ പറയാ, വിചാരിച്ച ഞാനൊക്കെ എക്സ്പെക്ട് ചെയ്യുന്നതിനെക്കാട്ടി കിട്ടിയത് ഭയങ്കര കൂടുതലായിരുന്നു. അല്ല, എനിക്ക് തോന്നുന്നത് മലയാളത്തിന് പുറത്ത് പോയി ഇത്തിരി കുറച്ച് പേര് കിട്ടുമെന്ന് തോന്നുന്നു. അവാർഡുകളൊക്കെ വാങ്ങിക്കൂടാൻ ഉറപ്പായിട്ടും അത് കേരളത്തിന് ചാൻസ് ഉണ്ട്. ഇതിന് അവാർഡ് ബാലതാരത്തിന് എന്തായാലും കൊടുക്കണം. പിന്നെ ആ പുള്ളിക്കാരിക്ക് ആക്ട്രസിന് എന്തായാലും കിട്ടും. ആക്ട്രസ് അത് അവര് അടിപൊളിയായിട്ട്. പിന്നെ അതേപോലെ തന്നെ ഇതിലെ സുഷിൻ ശ്യാമിന്റെ മ്യൂസിക്കും അതും എക്സെപ്ഷണലി ഗ്രേറ്റ് ആയിരുന്നു. സൂപ്പർ ആയിരുന്നു. ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഒക്കെ അടിപൊളിയായിരുന്നു. തിയേറ്റർ വാച്ച് ആണ്, ഇത് OTT വാച്ച് അല്ല. തിയേറ്ററിൽ സൗണ്ടും കാര്യങ്ങളും മിക്സിങ്ങും എല്ലാം തിയേറ്ററിൽ കണ്ടാലേ ആ ഒരു ഇതുള്ളൂ. അപ്പൊ ഗൈസ്, ഇതാണ് നമുക്ക് ബാലൻ മൂവിയെ കുറിച്ചുള്ള അഭിപ്രായം. അതെ, എല്ലാരും പോയി തിയേറ്ററിൽ പോയി കാണുക. ഉറപ്പായിട്ടും ബാലൻ ഒരുപാട് മുന്നോട്ട് പോട്ടെ. അതെ, ബാലൻ ഒരുപാട് മുന്നോട്ട് പോയി
വലുതാവട്ടെ. വലിയൊരു പല്ലേ എന്ന് ആശംസിച്ചുകൊണ്ട് നമുക്ക് ഈ ഒരു എപ്പിസോഡ് എൻഡ് ചെയ്യാം. അപ്പോൾ നിങ്ങൾ സിനിമ കണ്ടിട്ടുണ്ടെങ്കിൽ സിനിമയെ പറ്റിയിട്ടുള്ള അഭിപ്രായങ്ങൾ കമന്റിൽ ഇടുക. പിന്നെ നമ്മൾ പറഞ്ഞതുമായിട്ട് എന്തെങ്കിലും വിയോജിപ്പൊക്കെ ഉണ്ടെങ്കിൽ അതും കമന്റിൽ ഇടുക. അപ്പോൾ പുതിയൊരു മൂവി സെഗ്മെന്റുമായിട്ട് വരുന്നത് വരേക്കും ബൈ.